ബഹുമാനപ്പെട്ട സദസ്സിന് എന്റെ സ്നേഹവന്ദനം. മാനസികാരോഗ്യ ബോധവൽക്കരണത്തിന്റെ പ്രസക്തി സ്കൂളുകളിൽ എന്നാണല്ലോ നമ്മുടെ പ്രസംഗ വിഷയം. കൂട്ടുകാരെ, നമുക്ക് ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ വാക്കുകളിൽ തുടങ്ങാം. അദ്ദേഹം പറയുന്നു, നിങ്ങൾക്ക് സൂര്യനെ പോലെ പ്രകാശിക്കണമെങ്കിൽ ആദ്യം സൂര്യനെ പോലെ ജ്വലിക്കുക. അതേ കൂട്ടുകാരെ, നമ്മുടെ മനസ്സാണ് നമ്മുടെ മിത്രം. നമ്മുടെ മനസ്സിന്റെ ആരോഗ്യമാണ് നമ്മുടെ ആരോഗ്യം. ശരീരത്തിന്റെ ആരോഗ്യം പോലെ തന്നെ പ്രധാനമാണ് മനസ്സിന്റെ ആരോഗ്യവും. ഒരാളുടെ പ്രവൃത്തിയെ പൂർണ്ണമായും നിയന്ത്രിക്കുന്നത് അയാളുടെ മനസ്സാണ്. സാമൂഹിക മൂല്യമുള്ള ഒരു പൗരനായി തീരണമെങ്കിൽ അയാളുടെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ തന്നെ മാനസികാരോഗ്യ ബോധവൽക്കരണം ആവശ്യമാണ്. കുട്ടികൾക്കിടയിൽ വളരെ നിസ്സാര കാര്യങ്ങൾക്ക് പോലും ആത്മഹത്യയിൽ നടക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇവയെ അതിജീവിക്കാനും നേർവഴിയിൽ നടത്താനും നമുക്കൊരു കരുത്തുറ്റ മാനസിക തലം ആവശ്യമാണ്. മാനസിക വൈകല്യമുള്ള യുവാക്കളാണ് കൂടുതലും മയക്കുമരുന്നിന് അടിമകളാകുന്നതും അതുപോലെ ജീവിതത്തിൽ വഴിതെറ്റി പോകുന്നതും. അമിതമായ മൊബൈൽ ഫോൺ ഉപയോഗം പുതിയ തലമുറയിലെ കുട്ടികൾക്ക് വളരെ ദോഷമുണ്ടാക്കുന്നു. ഇതിനെല്ലാം പരിഹാരമാണ് മാനസികാരോഗ്യ ബോധവൽക്കരണം. ഇത് കൂടുതലും നടപ്പിലാക്കാൻ സാധിക്കുന്നത് സ്കൂളുകളിലാണ്. നമ്മുടെ ഭാരതം ലോകത്തിന് നൽകിയ ഒരു വലിയ സംഭാവനയാണ് യോഗ. മനസ്സിന് ആരോഗ്യം നൽകുന്ന യോഗ ഇന്ന് എല്ലാ സ്കൂളുകളിലും ഒരു ഐച്ഛിക വിഷയമായി പഠിപ്പിക്കുന്നു. മാനസിക ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് ആശ്വാസം പകരാനായി സർക്കാർ ചില എന്നൊരു പദ്ധതി ആരംഭിച്ചിട്ടുണ്ട്. അവസാനമായി സ്വാമി വിവേകാനന്ദന്റെ വാക്കുകളിലൂടെ ഫലം ഒന്നേ വേണ്ടൂ, മനോബലം സർവ്വരോഗത്തിനുമുള്ള ഔഷധമാണത്. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.